അപ്പൊ നമ്മള് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എത്രാമത്തെ സെക്ഷൻ? എത്ര സെക്ഷൻ? മൂന്നാമത്തെ സെക്ഷൻ ആണ് പഠിക്കാൻ പറ്റും. എന്താണ് മൂന്നാമത്തെ സെക്ഷന്റെ പേര്? ടു സൈഡ്സ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം നമുക്കൊരു നോട്ടാണ് പഠിക്കാനുള്ളത്. ടു സൈഡ്സ്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കണക്കാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ടു സൈഡ്സ് ആർ 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം 40 ഡിഗ്രി. എന്താണ്? രണ്ട് സൈഡുകൾ 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുന്നത് നിങ്ങൾ 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളും അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളും തന്നാൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത് 7ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ? ആദ്യം നിങ്ങൾ 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കും. എന്നിട്ട് അതിന്റെ ഒരറ്റത്ത് പ്രൊട്രാക്ടർ വെച്ച് 40 ഡിഗ്രി അടയാളപ്പെടുത്തും. എന്നിട്ട് അത് അങ്ങോട്ട് നീട്ടി വരയ്ക്കും. ആ വരയിൽ കോമ്പസ് വെച്ച് 4 സെന്റിമീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്യും. ആ പോയിന്റും ഇതിന്റെ ഇങ്ങോട്ടൂടെ യോജിപ്പിക്കുമ്പോ എന്ത് കിട്ടും? ട്രയാങ്കിൾ കിട്ടും. കിട്ടത്തില്ലേ? 7ാം ക്ലാസ് പഠിച്ചിട്ടില്ലയോ? ആ ട്രയാങ്കിൾ നിങ്ങൾക്ക് 4 വിധത്തിൽ വരയ്ക്കാം. എത്ര വിധത്തിലാണ്? 4 വിധത്തിൽ. ഞാനൊന്ന് റഫായിട്ട് വരയ്ക്കാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഐറ്റംസ് വെച്ച് എന്ത് ചെയ്യണം? ഹലോ, എന്ത് ചെയ്യണം? ഒന്ന് വരച്ചു നോക്കണം. ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഐറ്റം വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട്? വരയ്ക്കാൻ. നോട്ട്ബുക്കിലോട്ട് ആദ്യം ഇങ്ങനെ വരയ്ക്കും. രണ്ടാമത് നാല് സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 40 ഡിഗ്രി. നാല് സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 40 ഡിഗ്രി. നാല് സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ഇങ്ങനെ 4 വിധത്തിൽ നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ പോയി വരയ്ക്കുമ്പോൾ വെറുതെ വരയ്ക്കാതെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഐറ്റംസ് വെച്ച് വേണമെന്ന് വരച്ചു നോക്കാൻ. അപ്പൊ നമ്മൾ ഈ 4 എണ്ണം വരച്ചു. ഈ 4 എണ്ണം വരച്ചിട്ട് നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ സൈഡ് നിങ്ങൾ നോക്കിക്കേ. ഈ പടത്തിലെ ഈ മൂന്നാമത്തെ സൈഡ് എത്ര ആണെന്ന് നടന്ന് നോക്കി. ഈ ഡയഗ്രത്തിലെ ഈ മൂന്നാമത്തെ സൈഡ് എത്ര ആണെന്ന് നടന്ന് നോക്കി. ഈ ഡയഗ്രത്തിലെ ഈ മൂന്നാമത്തെ സൈഡ് എത്ര ആണെന്ന് നടന്ന് നോക്കി. ഈ ഡയഗ്രത്തിലെ ഈ മൂന്നാമത്തെ സൈഡ് എത്ര ആണെന്നൊന്ന് അളന്ന് നോക്കി. അങ്ങനെ അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. എന്ത് മനസ്സിലാവും? എന്ത് മനസ്സിലാവും? അവരുടെ എല്ലാവരുടെയും നീളം ഈക്വൽ ആണ്. അവരുടെ എല്ലാവരുടെ നീളം എങ്ങനെയാണ്? രണ്ടുപേരുടെ നീളമേ ക്വസ്റ്റ്യനകത്തിലുള്ളൂ. നമ്മളതെല്ലാം വരച്ചു വെച്ചേച്ച് അരുതാരാണ് മൂന്നാമത്തെ ആളുടെ നീളം നമ്മൾ അളന്നു നോക്കുമ്പോൾ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലായി. ഈ എല്ലാ ട്രയാങ്കിളിലെയും മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത് എങ്ങനെയാണ്? ഈക്വൽ ആണ്. മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത് എങ്ങനെയാണ്? മാത്രവുമല്ല, ഒന്നാമത്തെ ട്രയാങ്കിളിലെ ഒരാംഗിൾ അല്ലേ തന്നിട്ടുള്ളൂ. നമ്മൾ ബാക്കി 2 ആംഗിളും കണ്ടുപിടിക്കുന്നു. ഇവിടെയും ഒരാംഗിളേ തന്നിട്ടുള്ളൂ, ബാക്കി 2 ആംഗിൾ കണ്ടുപിടിക്കുന്നു. ഇവിടെയും ഒരാംഗിളേ തന്നിട്ടുള്ളൂ, ബാക്കി 2 ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവിടെയും ഒരാംഗിളേ തന്നിട്ടുള്ളൂ, ബാക്കി 2 ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ അവരും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അവരും എങ്ങനെയാണ്? ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു നോട്ടായിട്ട് പറയുന്നുണ്ട്. നോട്ട് കണ്ടോ നിങ്ങൾ? പേജ് നമ്പർ 25 കണ്ടോ? വായിക്കൂ നോട്ട്. പേജ് നമ്പർ 25 നോട്ട് വായിക്കൂ. പേജ് നമ്പർ 25 വായിച്ചോ. ഇഫ് ഇൻ 2 ട്രയാങ്കിൾസ്, സംഭവം എവിടെ നടക്കുന്നത്? 2 ട്രയാങ്കിളുകളിൽ ദ ലെങ്ത് ഓഫ് 2 sides and the angle between them are the same, then the length of the third side and the remaining 2 angles are also the same. അപ്പോ
രണ്ട് ട്രയാങ്കിളുകളിലെ രണ്ടിനും ഒരേപോലെ 4 എണ്ണം ഉണ്ട് അല്ലേ? നമുക്ക് 2 എണ്ണം വെച്ച് പറയാം. രണ്ട് ട്രയാങ്കിളുകളിലെ രണ്ട് സൈഡുകളും അതിനിടയിൽ വരുന്ന ആംഗിളും. രണ്ട് ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളും അതിനിടയിൽ വരുന്ന ആംഗിളുകളും എങ്ങനായാൽ? ഈക്വൽ ആയാൽ. എങ്ങനായാൽ? ഇവിടെയും 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ രണ്ടിടത്തും എത്രയാണ്? 40 ഡിഗ്രി. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആണ്, അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ സൈഡ് രണ്ടിടത്തെയും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. കൂടാതെ ഇതിലെ ബാക്കിയുള്ള രണ്ട് ആംഗിളും ഇതിലെ ബാക്കിയുള്ള രണ്ട് ആംഗിളുകളും എങ്ങനായിരിക്കും? എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എഴുതിയാട്ടെ. ഏതാമനെ? ഇപ്പൊ വരയ്ക്കുമ്പോ അത് റഫായിട്ട് വരച്ച് എഴുതിയാ മതി. അപ്പോ പേജ് നമ്പർ എത്രയാണ് ഞാൻ പറഞ്ഞത്? 25 കിടക്കുന്ന നോട്ട് എന്താണെന്ന് ഞാനൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ പറയാൻ പോവാം. ഞാൻ ബോർഡിൽ ഒരു 2 ട്രയാങ്കിൾസ് വരച്ചു, 2 ത്രികോണങ്ങൾ വരച്ചു. ഇതൊക്കെയാണ് അവരുടെ പേര്. ഒന്നിന്റെ പേര് ABC, മറ്റൊന്നിന്റെ പേര് PQ. ഈ ആദ്യത്തെ ട്രയാങ്കിളിലെ AB എന്ന സൈഡും രണ്ടാമത്തേതിലെ കണ്ണു കാണത്തില്ലേ PQ എന്ന് പറയുന്ന സൈഡും എങ്ങനെയാണ്? അതാണ് എഴുതി വെച്ചേക്കുന്നത്. AB ഈക്വൽ PQ. കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യത്തെ ട്രയാങ്കിളിലെ AC എന്ന് പറയുന്ന സൈഡും രണ്ടാമത്തെ ട്രയാങ്കിളിലെ PR എങ്ങനെയാണ്? ഈക്വൽ. ഈ ABക്കും AC-ക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾ ഏതാ? ആംഗിളെ ഏതാണ്? ഇപ്പുറത്ത് PQവിനും PR-നും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ P. അവരും എങ്ങനെയാണ്? അത്രയും കാര്യമാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇടതുവശത്തെ ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളും അതിനിടയിൽ ഉണ്ടായ ആംഗിളും, വലതുവശത്തെ ട്രയാങ്കിളിലെ രണ്ട് സൈഡിനും അതിനിടയിൽ ഉണ്ടായ ആംഗിളിനോടും എന്തായി? വാതുറന്ന് പറയൂ. ഈക്വലായി. അവിടെ വരെ ഉറപ്പിച്ചല്ലോ. അങ്ങനാണെങ്കിൽ പേജ് നമ്പർ 25 നോട്ടിൽ പറയുന്നു, ഈ രണ്ട് ട്രയാങ്കിളിലെയും മൂന്നാമത്തെ സൈഡും എങ്ങനാകും? ഈക്വൽ ആകും. ആദ്യത്തെ ട്രയാങ്കിളിലെ മൂന്നാമത്തെ സൈഡ് ഏതാ? BC. അതും രണ്ടാമത്തെ ട്രയാങ്കിളിലെ മൂന്നാമത്തെ സൈഡ് ഏതാ? QR. അതും എങ്ങനായിരിക്കും? ഇനി ഒരു ആംഗിളിന്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഇനി ഒന്നാമത്തെ പടത്തിൽ രണ്ട് ആംഗിൾ ഉണ്ട്, രണ്ടാമത്തെ പടത്തിലും രണ്ട് ആംഗിൾ ഉണ്ട്. അവരും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് വേണ്ടി ഈ ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും എങ്ങനായിരിക്കും? ഇപ്പൊ പേജ് നമ്പർ 25 നോട്ട് മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ച പേജ് നമ്പർ 25 നോട്ട്. If in two triangles the length of two sides and the angle between them are the same, then the length of the third side and the remaining two angles are also the same. ഇതങ്ങോട്ട് എഴുതി വെക്കാം. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ വരച്ച ഒരു രണ്ട് ട്രയാങ്കിൾ ആണ് മുകളിൽ ഞാൻ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് വരച്ചിട്ടേക്കാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. കാര്യങ്ങൾ പറയുന്നതിനകത്തിലെ ഐഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയരുത്. അതിനാണ് അവര് തന്നെ ഇതൊക്കെ തിരിച്ചും മറിച്ച് നമ്മോട് പറയും. ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്തേലും പ്രത്യേകതയുണ്ടോ? 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 4.5 സെന്റിമീറ്റർ 4.5 സെന്റിമീറ്റർ. രണ്ട് സൈഡ് ഈക്വൽ അല്ലേ? 30 ഡിഗ്രി 30 ഡിഗ്രി ആംഗിളും ഈക്വൽ ആയില്ലേ? ആയില്ലേ? ഇപ്പൊ ഇടതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളും ഒരാംഗിളും, അപ്പുറത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡിനോടും
ഒരു ആംഗിളിനോടും എന്തായി? ഈക്വലായി. പക്ഷെ ഒരു ചെറിയ കുഴപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഈ രണ്ട് ട്രയാങ്കിളും എന്തല്ല? ഈക്വൽ അല്ല. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ഇത് വരയ്ക്കുന്ന വിധമാണ് വേണ്ടി വരച്ചിട്ടേക്കുന്നത്. നിങ്ങൾ ആദ്യം 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 4 സെന്റിമീറ്റർ വലത്തോട്ട് മാറ്റി ഒരു പോയിന്റ് അടയാളപ്പെടുത്തണം. എന്നിട്ട് സർക്കിളിലൂടെയാണ് നിങ്ങൾ 7ാം ക്ലാസ്സിൽ ഈ 2 ഫിഗർ എന്ത് ചെയ്തത്? ഇതിനകത്ത് 2 ഫിഗർ കിടപ്പുണ്ട്. ഈ മുകളിലത്തെ 2 ട്രയാങ്കിൾ ഇതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 ട്രയാങ്കിളും ഈക്വൽ ആണോ? അല്ല. അപ്പൊ എന്തോ കുഴപ്പം പറ്റിയത്? അവളാണ് ശ്രദ്ധിക്കേണ്ട പോയത്. 2 ട്രയാങ്കിളിലെയും 2 സൈഡ് ഈക്വലായി, ഒരു ആംഗിളും ഈക്വലായി. നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 3ാമത്തെ സൈഡ് ഈക്വൽ ആകണം, ബാക്കി 2 ആംഗിളുകളും എങ്ങനെ വരണം? പക്ഷെ ഇത് കണ്ടാൽ നിങ്ങളുടെ കണ്ണിന് കാഴ്ചശക്തിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിന്റെ 3ാമത്തെ സൈഡും ഇതിന്റെ 3ാമത്തെ സൈഡും എന്തല്ല? ഈക്വൽ അല്ല. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ഈക്വൽ അല്ല? ആംഗിളും ഈക്വൽ അല്ല. അതെന്താ അങ്ങനെ വരാൻ കഴിയും? അവരല്ലേ തൊട്ടപ്പുറത്തെ പേജിനകത്ത് പറഞ്ഞത് 2 ട്രയാങ്കിളിലെ 2 സൈഡുകളും അവിടെ ഞാനൊരു വാക്ക് പറഞ്ഞ, ഏത് 2 സൈഡാണോ എടുത്തിരിക്കുന്നത് അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ. നിങ്ങൾ ഈ 1ാമത്തെ പടത്തിൽ നോക്കിക്കേ, 3നും 4.5ക്കും ഇടയിലുള്ള ആംഗിൾ ആണോ 30? ഇവിടെ 3നും 4.5ക്കും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണോ 30? അല്ല. അതുകൊണ്ടാണ് ഈ 2 എണ്ണവും 2 ഷേപ്പിലിരിക്കുന്നത്. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? അപ്പൊ ഒരു ട്രയാങ്കിളിലെ 2 സൈഡും, ആ വാക്കിന് പ്രാധാന്യമുണ്ട്, ഇതുവാ ആ 2 സൈഡിന് ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ, ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയും. എന്ത് പറയും? ഇൻക്ലൂഡഡ് ആംഗിൾ. അത് മറ്റൊരു ട്രയാങ്കിളിലെ 2 സൈഡിനും അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളിനോടും ഈക്വൽ ആയാലേ പേജ് നമ്പർ 25 പറഞ്ഞ നോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കറക്റ്റ് ആയിട്ട് വരുത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും 2 സൈഡും വേറെ എവിടെങ്കിലും കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആയാൽ പേജ് നമ്പർ 25 നോട്ട് എന്ത് ചെയ്യത്തില്ല? കറക്റ്റ് ആകത്തില്ല. വേണ്ടേ? നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 26 കണ്ടോ? പടത്തിന് താഴെ എഴുതിയേക്കുന്നുണ്ടോ? ഇൻ ദീസ് 2 ട്രയാങ്കിൾസ് the length of 2 sides and one of the angles are the same, but the length of the third side and the other 2 angles are not the same. എന്താ കാരണം? താഴെ വായിക്കൂ. In 2 triangles, even if the length of 2 sides and one angle are the same, the third side and the other 2 angles may not be the same. അപ്പൊ വേണ്ടേ, ബോർഡിൽ കിടക്കുന്ന പടം വരച്ചിട്ട് ഈ താഴത്തെ സെന്റൻസ് കണ്ടോ? നിങ്ങൾ ഏറ്റവും താഴത്തെ, ഇൻ 2 ട്രയാങ്കിൾസ് ഈവൻ ഇഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്, കണ്ടോ? ഇവിടെ നോട്ട് എന്ന് എഴുതണം. നോട്ട് എന്ന് എഴുതുക. അതാ 3 വരി നോട്ട് തന്നെയോ? എന്നിട്ട് നിങ്ങൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന റഫ് ബുക്കിൽ അല്ലെങ്കിൽ റഫ് പേപ്പറിലോട്ട് ഈ 3 പടം വരയ്ക്കണം. എന്നിട്ട് നോട്ടെന്ന് എഴുതുക. പേജ് നമ്പർ 26. ഇപ്പൊ അണ്ടർലൈൻ ചെയ്ത സംഗതിയാണ് നോട്ടായിട്ട് എഴുതേണ്ടത് കേട്ടോ. എഴുതിയാട്ടോ. അത് മാത്രം ആ 4 വരി. ബോർഡിലേക്ക് നോക്കാം. ബോർഡിൽ ഞാൻ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ABCD എന്ന് പറയുന്ന എന്തോ ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞ അർത്ഥം? ക്വാഡ്രിലാറ്റർ 4 സൈഡുള്ള രൂപത്തിന് കണക്കിൽ പറയുന്ന പേരാണ്. അപ്പൊ ABCD എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഈ ക്വാഡ്രിലാറ്ററിന്റെ താഴത്തെ വശമായ AB-യുടെ നീളം എത്രയാണ്? 5. AB എത്രയാണ്? AB 5. അതേ നീളം തന്നെ ഉണ്ട് ആർക്കും? DC അഥവാ CD-ക്ക്. ആർക്കാണ്? ഈ 2 സൈഡുകൾ ഓപ്പോസിറ്റ് സൈഡുകളല്ലേ? അല്ലേ? ആണോ? അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? വാതുറന്ന് പറ. ഈക്വൽ ആണ്. ഈ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? 2.
ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ അറിയോ? പാരലലാണ്. എന്താണ്? എ ബിയും സി ഡിയും എങ്ങനെയാണ്? പാരലാണ്. എ ബിയും സി ഡി എങ്ങനെയാണ്? അങ്ങനാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ ഉണ്ടല്ലോ, അതൊരു സാധാരണ ക്വാഡ്രിലാറ്ററൽ അല്ല. മറിച്ച് ഇയാൾ ആരാണ്? അമ്മാവന്റെ മോൻ, കുഞ്ഞമ്മയുടെ മോൾ ആണോ? നേരത്തെ പഠിച്ചതാ, കഴിഞ്ഞതിന്റെ 9ാം ക്ലാസ് പഠിച്ചതാ. ഇയാൾ ആരാണ്? ഒരു പാരലലോഗ്രമാണ്. ഇയാൾ ആരാണ്? മലയാളത്തിൽ പറഞ്ഞാൽ ഇയാൾ ഒരു സാമാന്തരികമാണ്. ഇയാൾ ആരാണ്? അപ്പൊ നോക്ക, എന്താ നോട്ട് പറഞ്ഞേക്കുന്നേ? പേജ് നമ്പർ 28 എടുത്തേ. പേജ് നമ്പർ 28 എടുത്തേ. എഴുതോ? ഒന്ന് വായിച്ചാട്ടെ. If two sides of a quadrilateral are equal and parallel. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 2 സൈഡുകൾ എന്തൊക്കെയായാൽ ഈക്വലും പാരലലുമായാൽ then the quadrilateral is a അപ്പോൾ ആ ക്വാഡ്രിലാറ്ററൽ ആരായിരിക്കും? ഒരു പാരലലോഗ്രം ആയിരിക്കും. ഒന്നും മനസ്സിലായില്ല. കുട്ടി, ഒരു ക്വാഡ്രിലാറ്ററൽ, എന്തോ അതിന്റെ പേര്? ABCD. ആ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ AB എന്ന് പറയുന്ന വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ. അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശമായ CD-യുടെ നീളം 5 സെന്റിമീറ്റർ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡുകളുടെ ലെങ്ത് ഈക്വലായി. ആ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? പാരലലാണ്. എന്തോ പാരലൽ എന്ന് പറഞ്ഞ അർത്ഥം? ഇവർ രണ്ടുപേരും ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. അങ്ങനാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സാധാരണ ക്വാഡ്രിലാറ്ററൽ അല്ല. അതാരാണ്? പാരലലോഗ്രം ആണ്. ഇപ്പൊ കരിമടി കിട്ടിയല്ലോ. ശരി, എഴുതിയാട്ടെ. ബോർഡെ കിടക്കുന്ന പോലെ, പടം വരച്ചങ്ങ് എഴുതുക.